വിവാഹം കഴിച്ചിരിക്കുന്ന ആ ഭാഗ്യവാൻ ആരാണെന്ന് പറയുമ്പോൾ ദേവപാലയ്ക്ക് അത് നന്ദി ബോധ്യപ്പെട്ടു. ദേവപാല പറയുകയാണ്, എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് അഭിഷേകാണ് എന്ന്. എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന അഭിഷേകിൻ്റെ ഭാര്യയാണ് ഞാനെന്ന് പറഞ്ഞ് പറയുകയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജയറാം ഞെട്ടിപ്പോകുന്നു. ജയറാം മനസ്സിലാലോചിക്കുന്നുണ്ട്, നീ എൻ്റെ വിത്ത് തന്നെ, ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഒരാളെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിർത്തിയിട്ട് മറ്റൊരാളെ വീട്ടിൽ കല്യാണം കഴിച്ച് താമസിപ്പിക്കുന്നു. നീ ആൾ കൊള്ളാലോ, നിൻ്റെ ഒരു ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിലോർക്കുകയാണ്. അപ്പോൾ തന്നെ ദേവരാജൻ മാഷും അങ്ങോട്ട് വരികയാണ്. എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് ദേവരാജൻ മാഷ് പറയുമ്പോൾ ദേവരാജൻ മാഷിനോട് അവരൊന്ന് ചോദിച്ചറിയുകയാണ്. അപ്പോൾ അത് തൻ്റെ മകനെ വളർത്തിയ ദേവരാജൻ മാഷാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവരോടത് തുറന്നു പറയുന്നില്ല. ശേഷം ദേവപാലയെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് ജയറാം. അതിനുശേഷം ദേവപാലയോട് ദേവരാജൻ മാഷ് പറയുകയാണ്, മോളെ അങ്ങനെ അഭിഷേകമാണ് മോളുടെ ഭർത്താവ് എന്നുള്ള കാര്യം പുറത്ത് ആരോടും അങ്ങനെ പറയണ്ട. അതെന്താ പറഞ്ഞാലെന്താ, അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നതല്ലേ, പിന്നെ എനിക്ക് പറഞ്ഞാലെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ മോൾക്ക് എല്ലാവരെയും വിളിച്ച് ആഘോഷമായിട്ട് നടത്തണം എന്നല്ലേ പറഞ്ഞത് വിവാഹം, അപ്പോൾ പിന്നെ അപ്പോൾ അറിഞ്ഞാൽ പോരെന്ന് വയ്ക്കുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത് അഭിഷേകമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നവരോടെല്ലാം ഞാൻ പറയും, എനിക്കതിനുള്ള അവകാശമുണ്ട്. ഇല്ല അച്ഛാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. അഭിഷേകിന് എന്നോടുള്ള പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്, അവൻ എന്നെ ഞാൻ ഉപേക്ഷിച്ച് പോകുമോ എന്ന്. അച്ഛൻ അവനോട് സംസാരിക്കണം, എന്നോട് ഇത്തിരി സ്നേഹത്തോടു കൂടി സംസാരിക്കാനൊക്കെ ആയിട്ടെന്ന് പറയുമ്പോൾ ഇവിടെയും സ്വഭാവം ഓരോന്ന് പോലെയല്ലേ, പിന്നെ അവന് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, എന്നെ ഒന്ന് പുറത്തു പോലും കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ജോലി തിരക്ക് കാരണമല്ലേ, എന്തായാലും കൊള്ളാം, എന്നെ നല്ലോണം സ്നേഹിക്കണം, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ ഒരിക്കലും കേസൊന്നും കൊടുക്കാൻ പറ്റില്ല, എനിക്ക് അഭിഷേകിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, അഭിഷേകിൻ്റെ മടിയിൽ കിടന്നേ മരിക്കുമെന്നൊക്കെ പറയുകയാണ്. മദ്യപിക്കുന്ന ജയറാമിനാണ് കാണിക്കുന്നത്. ആകെ ടെൻഷൻ അടിച്ച് ഒരു കോടീശ്വരൻ്റെ മകളെ എൻ്റെ മരുമകളായി കിട്ടുമെന്ന്, എൻ്റെ കഷ്ടകാലമൊക്കെ മാറാൻ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ എല്ലാം കൊണ്ടുപോയി തുലയ്ക്കുമെന്നാണ് തോന്നുന്നത്. ഇവൻ്റെ ഒരു ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. അതിനെന്താ, ആ വീട്ടിലുള്ള ആൾ ശരിക്കും മരുമകൾ തന്നെയാണോ, ദേവപാല അവൻ കെട്ടിയിരിക്കുന്ന പെണ്ണ് തന്നെയാണോ എന്നൊന്നും അറിയണമെന്ന് പറഞ്ഞ് അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ വീടിൻ്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ ദേവപാലയോട് മുറ്റമടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഗായത്രി ദേവി ആണെങ്കിൽ അവിടെ നിന്ന് വിളിക്കുന്നത്, മോളെ ജോലിയൊന്നും ചെയ്യാതെ കയറി വാന്നൊക്കെ പറയുന്നത് സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെ വിചാരിക്കുക. അപ്പോൾ അവർ വിചാരിക്കുകയാണ്, ചിലപ്പോൾ വേലക്കാരിയും ആകാമല്ലോ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇവളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇതാരാണെന്ന് ചോദിച്ചറിയുന്നത് തന്നെയാണ് നല്ലത്, എന്തായാലും ഇപ്പോൾ സ്കൂട്ടാവാം, പിന്നീട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവർ പോവുകയാണ്. ഇഷയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. അച്ഛൻ ജോലി സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് രാഹുൽ കയറി വരികയാണ്. അപ്പോൾ രാഹുൽ വന്നിട്ട്, മോനെ എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, ഞാൻ ഇനി കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും, ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ദുബായിൽ നിന്നിട്ട് കാര്യമില്ല, ദുബായ് എനിക്ക് നഷ്ടം മാത്രമേ സമ്മാനിച്ചുള്ളൂ, ബാക്കി എന്ത് നഷ്ടവും സഹിക്കാം, പക്ഷേ ജീവിതം നഷ്ടപ്പെട്ടു പോയാലോ എന്നൊക്കെ പറയുമ്പോൾ, എന്താ മോനെ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ, ഇഷയെ നഷ്ടപ്പെട്ട കാര്യം, വിവാഹം നടത്താൻ ഉദ്ദേശിച്ച കാര്യം നടക്കാതിരുന്നതിൻ്റെ വിഷമമൊക്കെ നമ്മുടെ അച്ഛനോട് പറയുകയാണ് ഇഷയുടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ, മോനെ എന്നെ ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്നു. സാരമില്ല, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പെട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി, പക്ഷേ എനിക്ക് മനസ്സിലായി ഇഷയ്ക്ക് വേറൊരാളോട് താല്പര്യം ഉണ്ടായിട്ടല്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലാവും, അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുകയാണ്. എന്തായാലും നമ്മുടെ ഈ ഉദ്ദേശമൊന്നും നടന്നില്ല, വിവാഹം നടന്നില്ലെങ്കിൽ പോലും എൻ്റെ അച്ഛനും ഇഷയുടെ അച്ഛനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഇനിയും പഴയ പോലെ ഫ്രണ്ട്സ് ആവണം, അച്ഛനെ പോയി ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ, മോനെ എന്നോട് ദേഷ്യം മോൻ്റെ അച്ഛനല്ലേ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, അച്ഛനൊരു മൈൽഡ് സ്ട്രോക്ക് വന്നതാണ്, അല്ലാണ്ട് അങ്കിളിനെ അകറ്റി നിർത്തിയതൊന്നുമല്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അഭിഷേകിനെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. അഭിഷേക് നല്ല ഒരാൾ തന്നെയാണോ, അതോ അങ്കിളിൻ്റെ പൈസയെ കണ്ടിട്ട് അടുത്ത് കൂടിയതാണെന്നും, അങ്ങനെയൊന്നും അല്ല, വളരെ നല്ല ഒരാളാണെന്നും പറഞ്ഞ് അഭിഷേകിനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നേരത്തെ തന്നെ പരിചയപ്പെട്ട രാഹുലും അഭിഷേകും നേരിൽ കാണും, സംസാരിക്കുന്നു പറഞ്ഞാൽ അച്ഛൻ പോകുന്നു. അങ്ങനെ അവർ തമ്മിൽ